തസ്കിയ 318 സഹാബി ചരിതം 18 സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഇസ്ലാമിലെ ചരിത്ര പുരുഷനാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവരിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആദർശത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആട്ടിയോടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് സമാധാനവും മാതൃകയുമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനായ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങിയ പീഡന കഥകൾക്ക് ചരിത്രത്തിൽ തുല്യതയില്ല. മക്കയിലുണ്ടായിരുന്ന അങ്ങാടിപ്പിള്ളേരുടെ കൈകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും കയറ് കെട്ടി കളിക്കാൻ വിട്ടുകൊടുക്കുകയുണ്ടായി അന്നത്തെ ശത്രു കിങ്കരന്മാർ. മക്കയുടെ തെരുവോരങ്ങളിലൂടെ അവർ കൂക്കി വിളിച്ചും പരിഹസിച്ചും അടിച്ചും ഇടിച്ചും നിലത്തുകൂടെ വലിച്ചിഴച്ചുകൊണ്ടുമൊക്കെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് താണ്ഡവമാടി. അദ്ദേഹം ചെയ്ത അവരുടെ ദൃഷ്ടിയിലെ തെറ്റ് അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്ന വിശ്വാസം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തയ്യാറാകാതിരുന്നത്, ഇതൊക്കെയാണ് അവർ മുന്നോട്ട് വച്ച കാരണങ്ങൾ. നട്ടുച്ചയാകുന്നതുവരെ ആ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ വസ്ത്രം മുഴുവനും മാറ്റി അദ്ദേഹത്തെ മലർത്തിക്കിടത്തി നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് ചുറ്റും കൂടി നിന്ന് ആർത്തട്ടഹസിക്കുന്ന, പരിഹാസവാക്കുകൾ ചൊരിയുന്ന ശത്രുക്കളെ കാണാമായിരുന്നു. മുഹമ്മദിനെ നീ അന്ന് അവിശ്വസിക്കുന്നോ അന്നുവരെ ഈ കൊടിയ പീഡനം നിന്നെ പിടികൂടിക്കൊണ്ടിരിക്കും, നിന്നെ ഞങ്ങൾ മർദ്ദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മന്ത്രം ഒന്നു മാത്രമായിരുന്നു, അഹദ്. അങ്ങനെ ഒരിക്കൽ ആ ശത്രു വ്യൂഹം അദ്ദേഹത്തെ മണൽപ്പരപ്പിൽ കിടത്തി കല്ലുകൾ കൊണ്ടിട്ടുകൊണ്ട് അദ്ദേഹത്തെ മൂടുകയുണ്ടായി. ആ കല്ലിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന സമയത്ത് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴിക്ക് നടന്നുപോയി. അത് കണ്ട മാത്രയിൽ അവിടുത്തെ മനസ്സ് പൊട്ടി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, അബൂബക്കർ, വല്ല കാശുമുണ്ടെങ്കിൽ നമുക്ക് ആ പാവത്തെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിക്കാമായിരുന്നു. തീർച്ചയായിട്ടും സിദ്ദീഖുൽ അക്ബർ ആ ഒരു വിഷയത്തിന് വേണ്ടി തുനിഞ്ഞാൽ ശത്രുക്കൾ വിൽക്കുകയില്ല എന്നത് ഉറപ്പാണ്. കാരണം പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അത് എന്നവർക്കറിയാം. അങ്ങനെയാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സമീപിക്കുന്നത്. നിങ്ങൾ പോയിട്ട് ബിലാലിൻ്റെ യജമാനത്തിയോടും അദ്ദേഹത്തെ വാങ്ങിത്തരണം. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ യജമാനത്തിയോട് വിഷയം പറഞ്ഞു. അവൻ എനിക്ക് വിൽക്കണം, അവൻ വളരെ മോശമാണ്, സ്വഭാവം മോശമാണ്, പിന്നീട് നിങ്ങളത് അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ മുമ്പ് അവൻ്റെ ഇപ്പോൾ കിട്ടുന്ന കാശ് പോലും കിട്ടാത്തൊരവസ്ഥ വരും, നിങ്ങളെനിക്ക് വിറ്റാളി. പല പ്രാവശ്യമായി ആവർത്തിച്ചപ്പോൾ ആ സ്ത്രീ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിൽക്കാൻ തയ്യാറായി. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ വാങ്ങി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സിദ്ദീഖ് അവറുകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയും ചെയ്തു.
ഉമർ റളിയല്ലാഹു തആല പറയാറുണ്ട്, അബൂബക്കറിൻ സയ്യിദുന അഅതക സയ്യിദന, ഞങ്ങളുടെ നേതാവാകുന്ന ബിലാലിനെ മോചിപ്പിച്ച ഞങ്ങളുടെ നേതാവാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയ ശേഷമാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് അല്പം ഒരു ആശ്വാസമായത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നതിൻ്റെ പേരിൽ ശത്രുക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മർദ്ദനമുറകൾ മനുഷ്യത്വത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. കല്ലുകളേക്കാൾ മരവിച്ചു പോയ ആ ശിലാഹൃദയർ എന്ന് പറഞ്ഞാൽ കല്ലുപോലും വിഷമിക്കും. അങ്ങനെയുള്ള ആ അക്രമികൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിലെയും പീഡന കഥകൾ സത്യത്തിൽ ഇതിനോളം വരുന്നില്ല എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു സാന്ദർഭിക യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദര ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ പൂർവികരാകുന്ന സഹാബത്ത് കിറാം കഠിനമായി പീഡിപ്പിക്കപ്പെടുകയും അതുവഴി അവർ ഇസ്ലാമിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും സ്വർഗത്തിലെ പ്രഥമ ബാച്ചായി പരിഗണിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും സുന്നികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, വിഷമങ്ങൾക്ക്, പീഡനങ്ങൾക്ക്, ആദർശത്തിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്ക് ക്ഷമ കൈകൊണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നൽകുമെന്നത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കഥ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ആ മഹാനുഭാവൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.